ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ മാർക്കറ്റിൽ എന്നെ കണ്ടു. കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ മക്കളെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത്, അല്ല ചങ്ങാതിയെ, നിൻ്റെ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനതുകൊണ്ട് വന്നില്ല. അയാൾ എന്നോട് പറയാണ്, നീ എന്നോട് പറയായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. നീ എന്നോട് പറയായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഇതെങ്ങനെയാ പറയുക ഇംഗ്ലീഷിൽ? If you had told me, if you had told me, I would have come. If you had told me, അയാൾ പറഞ്ഞതാണ്, if I had told him, ഞാൻ അയാളോട് പറഞ്ഞിരുന്നെങ്കിൽ, if I had told him, he would have come. അയാൾ വരുമായിരുന്നു. If I had invited him, ഞാൻ അയാളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, if I had invited him, he would have reached. He would have reached. അയാൾ എത്തുമായിരുന്നേനെ. ഇത് എന്നോ നടന്നൊരു കാര്യമാണ് കേട്ടോ, കുറച്ച് ദിവസം മുമ്പ് നടന്നതാണ്. അപ്പോൾ പ്രശ്നം എന്താണ്? I hadn't invited him. If I had invited him, ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, he would have come. Would, W-O-U-L, he would have come. ഇങ്ങനെ പല സന്ദർഭത്തിലും നമുക്ക് പറയേണ്ടി വരും, അല്ലേ? ഓക്കെ, if they had showed some politeness, if they had showed some politeness, അല്പൊരു politeness കാണിച്ചിരുന്നെങ്കിൽ, they wouldn't have got this sort of bad remark. ഇങ്ങനത്തെ ഒരു ബാഡ് റിമാർക്ക് അവർക്ക് കിട്ടുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? they hadn't showed much politeness. ആ ഒരു പൊളൈറ്റ്നെസ് കാണിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ എന്താണ്, ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് ഇഫിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത്. ഇഫ് യു ഹാഡ് learned well, if you had learned well, നമ്മൾ മക്കളോടൊക്കെ പറയും, ഇപ്പതാ കയ്യിലും കുത്തി നടന്നോ, if you had learned well, നീ നന്നായിട്ട് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, you would have scored high marks. You would have scored high marks. നല്ല മാർക്ക് കിട്ടായിരുന്നു. ഇന്ന് പീഡിയക്കൊലയിൽ നിന്ന് നിരങ്ങാണ്. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ പല ആളുകളും പറയും, ഓ, if I had studied well, ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഓക്കെ, see, I wouldn't have done like this, ഇതുപോലെ ഞാൻ ആവുമായിരുന്നില്ല. I would have been the collector. I would have been an IPS officer. At least I would have been a police officer. എന്ത് പറയാനാ? I hadn't studied. If I had studied, if I had worked hard, what would have been the result? I would have been become, or I would have been in some position. അപ്പോൾ would have been വെച്ചിട്ട് I would have been. See, okay, if you had informed me, നീ എന്നോട് അറിയിക്കുകയായിരുന്നെങ്കിൽ, I would have been there, ഞാൻ അവിടെ ഉണ്ടാവുമായിരുന്നല്ലോ. I would have been there, ഇങ്ങനെയും പറയാം. Okay, if I informed you, would you have been there? Would have you been there? If I informed you, would have you been there? നീ അവിടെ ഉണ്ടാവുമായിരുന്നോ? Surely I would have been there. If you hadn't informed me, and I hadn't come there. ഇങ്ങനെയൊക്കെ പറയാനാണ് ഇഫിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്ന. ഇഫ് വെച്ചിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഹാഡ് വെക്കണം. ഹാഡ് വെച്ചിട്ട് ക്രിയയുടെ മൂന്നാമത്തെ രൂപം V3. നമ്മൾ V3 പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട V3 പഠിക്കുന്നതിൻ്റെ ഓരോരോ ഉപകാരം ഇവിടേക്കാണ് വരിക. ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഇഫ് യു ഹാഡ് sang a beautiful song, if you had sung a beautiful song, നീ ഒരു മനോഹരമായുള്ള ഗാനം പാടിയിരുന്നെങ്കിൽ, the audience would have appreciated you. ഓഡിയൻസ് നിന്നെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. You hadn't sung it well and they hadn't appreciated you. നീ പാടിയില്ല, അവരെന്തും ചെയ്തില്ല, they hadn't appreciated you. If you had delivered a good speech,
നീ ഒരു നല്ല പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ, if you had delivered a fine speech, the audience would have applaud. The audience would have applauded. They would have clapped their hands and applauded. They would have applauded. But you didn't make a good speech. ഇങ്ങനെ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പം നിന്നിട്ട് പറയാണ്, അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണിത്. അപ്പോൾ ആദ്യ ഭാഗത്ത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഇഫ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യു, ഹി, ദേ, ഐ, വി ഏത് പറയട്ടെ, ദെൻ ഹാഡ് പ്ലസ് V3. പിന്നെ ആ സെന്റൻസിന്റെ ബാക്കി ഭാഗം ഇവിടെ ഇഫ് യു ഹാഡ് അറ്റൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഇൻ ദറ്റ് ഫംഗ്ഷൻ ദാറ്റ് ഡേ, അന്നത്തെ ദിവസം ഫംഗ്ഷനിൽ നീ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒക്കെ പറയുന്ന ബാക്കി ഭാഗങ്ങൾ കോമിറ്റ് എഴുതും. എന്താണ്? സി ഇഫ് യു ഹാഡ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ, okay, see, you would have remembered the whole things. എല്ലാ കാര്യവും നിനക്ക് ഓർമ്മയുണ്ടാവുമായിരുന്നു. You would have remembered all the things. എല്ലാ കാര്യങ്ങളും നിനക്ക് ഓർമ്മയുണ്ടാവുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഈ ക്ലോസിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? if you had attended the function, if you had come there എന്നൊക്കെ പറയുന്ന നീ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ you would have, നിനക്ക് എന്ത് സംഭവിക്കും? you would have remembered. would അവിടെ WOULD would ചേർക്കണം, would have. അപ്പോൾ രണ്ട് ഓക്സിലറി വെർബ് അവിടെ ചേർക്കും, വുഡും ഹാവും ചേർക്കും. ഹാവ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? you would have V3 ഫോം എന്താണ്? you would have remembered. okay, you would have neglected, you would have informed, you would have got, you would have admired, you would have appreciated, you would have insulted, ഇങ്ങനത്തെ എല്ലാം മറ്റേ ഭാഗത്ത് പറയും. അപ്പോൾ പ്രസന്റിൽ നിന്നുകൊണ്ട് ഏതോ പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ സങ്കല്പിച്ച് പറയുന്നതിനാണ് ദാറ്റ്സ് എ സോർട്ട് ഓഫ് ഇമാജിനേഷൻ. നെവർ ഇറ്റ് ഹാപ്പൻസ്, അത് സംഭവിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളുടെ കല്യാണം അയാളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അയാൾ പറയാണ് if you had informed me, if you had told me, I would have attended the function. ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നു. okay, this is the third form very easily. okay, this is the third form and this is the way that could be presented before you. okay dears.